എന്താടാ? എന്താ പ്രശ്നം? നീ വിളിച്ചപ്പോ ഞാൻ പെട്ടെന്ന് വന്നു. അവിടെ അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. എന്താ കാര്യം? അല്ല, നീ ഇപ്പം പോന്നല്ലേ ഉള്ളൂ. പോയപാടെന്തിനാ അവളെയും കൂട്ടേണ്ട ആവശ്യം? അവള് കുറച്ചൊക്കെ ഇവിടെ നിക്കട്ടല്ലേ. ഇപ്പം നീ പോയപാട് അവളെയും കൂട്ടിട്ട് പോവാന്ന് പറയുമ്പം ആൾക്കാരൊക്കെ അത് ഇതൊക്കെ പറയും. അവള് കുറച്ചുകൂടെ നിക്കട്ടെ. ഇപ്പം നീ പോയയുടെ ബാക്കി തന്നെ അവളെയും കൂട്ടി പോണെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നീ പോയിട്ട് 6 മാസം കഴിയുമ്പോൾ ഇങ്ങ് വരില്ലേ. പിന്നെ ഇതിന് അവളെയും കൂട്ടി പോകേണ്ട ആവശ്യം? കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. കുറച്ചൊക്കെ ഞങ്ങളുമായിട്ടൊക്കെ നിൽക്കട്ടല്ലേ. ഇപ്പം തന്നെ കൂട്ടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അവിടെ പോട്ടെ, എനിക്ക് അടുക്കളയിൽ ചില പണിയുണ്ട്. നീ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ഞാൻ അവനോട് പറഞ്ഞു കൂട്ടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കൂട്ടിയാൽ മതിയും. പക്ഷെ അവൻ കേൾക്കണ്ടേ. അവനെന്തോ വലിയ കാര്യം പോലെയാണ് നോക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പം എന്തെങ്കിലും ആവട്ടെ. കൂട്ടാന്ന് പറഞ്ഞാൽ ഇതിപ്പോ കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്താ? വെള്ളം എവിടെയാ? ഞാൻ അതിലെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം. ഞാൻ അതിലാണ് നിറച്ച് വെക്കാറ്. ഇപ്പം ഞാൻ ഇളയമ്മയോട് സംസാരിക്കായിരുന്നു. അപ്പൊ ഇളയമ്മ പറയാ, ഇളയമ്മയുടെ മോന്റെ ഭാര്യയും ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ കൂടെ ഒന്നും പോയില്ല. ഇവരുടെ കൂടെ തന്നെ താമസിക്കുന്നത്. കല്യാണമൊക്കെ കഴിഞ്ഞ കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളൊക്കെ അങ്ങനെയാ. ഭർത്താവിന്റെ അച്ഛനമ്മയൊക്കെ കുറച്ചൊക്കെ നോക്കി ആ വീട്ടിലൊക്കെ നിൽക്കും. ഇങ്ങനെ കല്യാണം കഴിഞ്ഞപാട് ഭർത്താവിന്റെ കൂടെ ഒന്നും പോവാൻ നിൽക്കത്തില്ല. ശരി, ഒക്കെ റൂമില് അവൻ നോക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് വലിയ പിടിച്ചിട്ടില്ല. അങ്ങനെ പോകുന്നു. എനിക്കിത് മനസ്സിലാവാണ്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഈ കുടുംബത്തിലെ കാരണവരാ. നിങ്ങളാ തീരുമാനിക്കണ്ടേ ഇവര് പോണോ വേണ്ടിയോ എന്നൊക്കെ ഉള്ളത്. അച്ഛന്റെ തീരുമാനം അനുസരിച്ചിട്ട് പോയിക്കോ. ഞാനിനി ഒന്നും പറയുന്നില്ല. അമ്മ ഇവിടെ ആയിട്ടാണെന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഇവിടെ വേണ്ട. അച്ഛൻ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. അച്ഛനോട് ചോദിച്ചോ. അച്ഛന്റെ തീരുമാനം അനുസരിച്ചിട്ട് ഇവള് കുറച്ചാലം കൂടി ഇവിടെ നിൽക്കട്ടെ എന്നാ അച്ഛൻ പറയണേ. നീ ഇപ്പൊ പോയിട്ട് 6 മാസം ലീവ് കിട്ടും വരുമല്ലോ. പിന്നെ എന്തിനാ പെട്ടെന്ന് ഇവളെയും കൂട്ടിട്ട് ഇങ്ങനെ പോന്നെ? ഇളയമ്മയുടെ മക്കളും അനിയത്തിയുടെ മക്കളൊക്കെ ഇങ്ങനെ തന്നെയാ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു കൊല്ലം 2 കൊല്ലമൊക്കെ ഭർത്താവിന്റെ അച്ഛനമ്മയൊക്കെ നോക്കും. ഇത് കല്യാണം കഴിഞ്ഞ പാട് ഓടിപ്പോണം എന്നൊക്കെ വെച്ചാല് ഇത്ര കാലമായിട്ട് ഞങ്ങളെ കൂട്ടാനൊന്നും എനിക്ക് തോന്നിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ പാട് ഭാര്യനെ കൂട്ടാൻ തോന്നിയല്ലോ. വലിയ കാര്യം. അതെ, നിനക്കിപ്പോ പ്രൊമോഷൻ കിട്ടും, എനിക്ക് നല്ല സാലറി കിട്ടും. ഞങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നില്ലല്ലേ. എന്താന്ന് വെച്ചാ ചെയ്. ഇനി ഞാനായിട്ട് മുടക്കൊന്നും പറഞ്ഞൊന്നും വേണ്ട. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്തെങ്കിലും പറ അവിടുന്ന്.